മന്ത്രി. ഇപ്പോൾ കൊല്ലത്ത് വലിയൊരു പ്രതിഷേധം നടക്കുകയാണ്. യുവമോർച്ചയുടെ പ്രതിഷേധമാണ്. തേവലക്കര സ്കൂളിലാണ് ഈ പ്രതിഷേധം അല്ലേ? തേവലക്കര സ്കൂളിന് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തിക്കുന്നത്. യുവമോർച്ച പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. യുവമോർച്ച പ്രവർത്തകർ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. എന്നാൽ ബാരിക്കേഡിന് മുകളിൽ യുവമോർച്ചയുടെ ജില്ലാ ഭാരവാഹികളടക്കമുള്ള ആൾക്കാർ കയറി നിന്ന് മുദ്രാവാക്യം വിളിച്ചു. അവരോട് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പോലീസ് ആവശ്യപ്പെടുന്ന സമയത്താണ് മറുഭാഗത്തൂടെ ABVPയുടെ 3 പ്രവർത്തകർ ഈ സ്കൂളിന്റെ ഗേറ്റിന്റെ മുന്നിലേക്ക് എത്തി. സ്കൂളിന്റെ മുന്നിൽ എത്തി അവർ ഗേറ്റിന് മുന്നിൽ അടിച്ച് പ്രതിഷേധിച്ചു. ആ സമയത്ത് പോലീസിന് അങ്ങനെ ഒരു നീക്കം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പോലീസ് അവിടെ ഒന്നോ രണ്ടോ പോലീസുകാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ തടയാൻ, ഈ ABVPയുടെ പ്രവർത്തകരെ തടയാൻ പോലീസിന് സാധിച്ചില്ല. കൂടുതൽ പോലീസുകാരെത്തി അവിടെ ആ ABVP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക്, പോലീസിന്റെ വലിയ വാഹനം കയറ്റി. ആ സമയത്ത് ബാരിക്കേഡിന് മുകളിൽ നിന്ന യുവമോർച്ച പ്രവർത്തകർ നേരെ താഴേക്ക് ചാടുകയും വലിയ പ്രതിഷേധം ഉണ്ടാകുകയും സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയുമായിരുന്നു. പോലീസ് വലിയ രീതിയിൽ ബലം പ്രയോഗിച്ചാണ് ഇപ്പോൾ പ്രവർത്തകരെ, ജില്ലാ നേതാക്കന്മാരടക്കമുള്ള ആൾക്കാരുണ്ട്, മഹേഷ് ശാസ്താംകോട്ട അടക്കമുള്ള ആൾക്കാരുണ്ട്, അവരെയൊക്കെ തന്നെ ഇപ്പോൾ മാറ്റി ഈ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിലവിൽ ഇപ്പോഴും യുവമോർച്ച പ്രവർത്തകർ, ABVP പ്രവർത്തകരൊക്കെ തന്നെ ബാരിക്കേഡിന് പുറത്ത് മുദ്രാവാക്യം വിളികളുമായി നിൽക്കുകയാണ്. ഇന്ന് കൂടുതൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്, RYF പ്രവർത്തകരൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ മാർച്ച്, യുവമോർച്ചയുടെ മാർച്ച് കഴിഞ്ഞാൽ ഉടൻ RYFന്റെ മാർച്ചാണ് സംഘടിപ്പിക്കാൻ പോകുന്നത്. അതിനുശേഷം KSUവിന്റെ മാർച്ച് ഇവിടേക്ക് വരാൻ പോകുന്നുണ്ട്. വലിയ സംഘർഷഭരിതമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് ഈ സ്കൂളിന്റെ മുൻവശം കടന്നു പോകുന്നത്. ഒപ്പം നേരത്തെ ഉണ്ടായ മന്ത്രിയുടെ പ്രഖ്യാപനത്തെക്കുറിച്ച് പറയുമ്പോൾ, മന്ത്രി നേരത്തെ തന്നെ നമുക്കൊരു സൂചന ഉണ്ടായിരുന്നു. ഹെഡ്മിസ്ട്രസ് സുജ എസ് അവരെ സസ്പെൻഡ് ചെയ്യും എന്നുള്ള ഒരു സൂചന രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ആ കാര്യം ഇപ്പോൾ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ ഈ സ്കൂൾ PTA-യുമായി ബന്ധപ്പെട്ട് PTA പുനഃസംഘടിപ്പിക്കുക എന്നുള്ള കാര്യം കൂടി മന്ത്രി പറയുന്നു. പക്ഷേ മാനേജ്മെന്റിനെതിരെ എന്ത് നടപടിയാണ് ഉണ്ടാവുക എന്ന് സംബന്ധിച്ചൊരു കാര്യത്തിലേക്ക് ഒരു വ്യക്തത വന്നിട്ടില്ല. മാനേജ്മെന്റാണ് ഈ സംഭവത്തിൽ കുറ്റക്കാരെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം വന്നിരിക്കുന്നത്. അത് സംബന്ധിച്ച് എന്തുണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ PTA സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഇപ്പോൾ സ്കൂളിലേക്ക് എത്തിയിട്ടില്ല. അവർ ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് എത്താത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആശുപത്രിയിൽ അഡ്മിറ്റാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ വീണ്ടും പ്രതിഷേധവും മുദ്രാവാക്യം വിളികളുമായി ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ വീണ്ടും സംഘടിച്ചിരിക്കുന്നു. അവർ ഈ ബാരിക്കേഡ് മാറ്റം, അവർക്കുള്ള ഒരാവശ്യം എന്ന് പറയുന്നത് സ്കൂൾ ഗേറ്റിന് മുന്നിലാണ് തങ്ങൾ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത്. ആ പ്രതിഷേധം അവിടെ തന്നെ നടത്താനുള്ള ഒരു അനുമതി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. പോലീസ് ഈ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നുള്ളതാണ്. ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധ പരിപാടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രതിഷേധ പരിപാടിക്ക് ശേഷം അവർ തിരിച്ച് പ്രതിഷേധം അവസാനിപ്പിച്ച് അവർ തിരിച്ച് പോകും. അതിന് പിന്നാലെയായിരിക്കും RYFന്റെ പ്രവർത്തകർ ഇവിടേക്ക് എത്തുക. തൊട്ടു പിന്നാലെ KSUവിന്റെയും പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ കുട്ടിയുടെ വീട്ടിലേക്ക്, മിഥുന്റെ വീട്ടിലേക്ക് ഇന്ന് എത്തുന്നുണ്ട്. മുതിർന്ന BJP സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള ആൾക്കാർ അവിടേക്ക് എത്തുന്നുണ്ട്. നിലവിൽ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അന്തരീക്ഷത്തിലൂടെയാണ് ഇപ്പോൾ തേവലക്കര കടന്നു പോകുന്നത്.